ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡൂഡു ഡയറീസ്. വീട്ടിലങ്ങനെ നിന്നപ്പോൾ ഒരു ആഗ്രഹം ഗൈസ്, കരിക്കോ വെട്ടി കുടിക്കാൻ. അങ്ങനെ നേരെ തെങ്ങി കയറി ഒരു കരിക്കോ എടുത്തിട്ടു. വലിയ ഹൈറ്റ് ഇല്ലാത്ത തെങ്ങായതുകൊണ്ട് തന്നെ ഏണി വെച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ പറ്റും. ഇതെൻ്റെ ഉമ്മയുടെ ഉപ്പച്ചി നട്ട തെങ്ങാണേ. 3 ജനറേഷൻ മുന്നേ നട്ടതാണെങ്കിൽ ഇപ്പോഴും ഞങ്ങളാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി കരിക്ക് ചെത്ത അറിയത്തില്ല, അതുകൊണ്ട് തന്നെ ഉമ്മയാണ് ചെത്തിയത്. നല്ല ഉച്ച സമയം വെയിലും ആയതുകൊണ്ട് തന്നെ റോഡിലെങ്ങും ആരും ഇല്ലായിരുന്നു. അപ്പോഴേക്കും ഉമ്മി കരിക്ക് ചെത്തി റെഡിയാക്കി. ഇനി കുടിച്ചാൽ മതി. അതെ, ഞാൻ തന്നെയാണ് ഗൈസ് അത് കുടിച്ചത്. ഇത് ഈ പ്ലാന്റ് കണ്ടോ ഗൈസ്? ഇതിലിങ്ങനെ തൊടുമ്പോഴേ അതിൻ്റെ വിത്ത് ഇങ്ങനെ പൊട്ടി കയ്യിൽ വരും. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ജാതിമരം. ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞാൻ നട്ട സ്നേക്ക് പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് വലിയ മെയിൻ്റനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നടന്നു വന്ന വഴിക്കാണ് ഇലകൾക്കിടയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട്. കുരങ്ങ് കാണാതെ എങ്ങനെയോ രക്ഷപ്പെട്ടു പാവം. കസ്റ്റാർഡ് ആപ്പിൾ അഥവാ എൻ്റെ നാട്ടിലൊക്കെ മുന്തിരിയാത്തി എന്ന് പറയുന്ന ഈ ഒരു ഫ്രൂട്ട് ഈ വർഷം എൻ്റെ വീട്ടിൽ കായ്ച്ചപ്പോൾ ഭൂരിഭാഗം കായ്ക്കളും ഇങ്ങനൊരു കറുത്ത ഡ്രൈ ആയി കല്ലുപോലെ ആയിട്ടിരിക്കുമായിരുന്നേ. ഇതെന്ത് രോഗമെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്. എല്ലാവരും ചാനലൊന്ന് സബ് ചെയ്തേക്കണേ.